സത്യവിശ്വാസത്തിനു വേണ്ടി മരണത്തെ സധീരം നേരിട്ട ത്യാഗി വര്യനാണ് അൻസാരിയും ഔസ് ഗോത്രക്കാരനുമായ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക കവിയായ ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഹൃദയശുദ്ധിയും വിശ്വാസദാർഢ്യവും നിർമ്മല മനസാക്ഷിയും ഒത്തിണങ്ങിയ ധീരയോദ്ധാവായിരുന്നു അദ്ദേഹം. ബദർ യുദ്ധത്തിൽ പ്രവാചകനോടൊപ്പം പങ്കെടുത്ത ഖുബൈബ് അദ്ദേഹത്തിൻ്റെ വാളിനാൽ കൊല്ലപ്പെട്ട മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഹാരിസ് ഇബ്നു ആമിർ ഇബ്നു നൗഫലും ഉൾപ്പെട്ടിരുന്നു. യുദ്ധത്തിൽ പരാജയപ്പെട്ട ഖുറൈശികൾ ജീവനും കൊണ്ട് മക്കയിൽ ഓടിയെത്തിയപ്പോൾ ഹാരിസിന്റെ മരണവാർത്ത മക്കൾ അറിഞ്ഞു. ഖുബൈബ് ഇബ്നു അദി തങ്ങളുടെ പിതാവിനെ കൊലപ്പെടുത്തിയ സഹാബിയുടെ പേര് അവർ മനസ്സിൽ കുറിച്ചു വെച്ചു. ബദർ യുദ്ധത്തിന് ശേഷം വൻ വിജയം നേടിയ സത്യവിശ്വാസികൾ മദീനയിൽ തിരിച്ചെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാപൃതരായി. ആ ഇടക്കാണ് ഖുറൈശികൾ അവരുടെ ചില രഹസ്യ നീക്കങ്ങൾ മനസ്സിലാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തീർച്ചപ്പെടുത്തുകയും ഒരു പുതിയ ആക്രമണത്തിന് അവർ കോപ്പുകൂട്ടുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പ്രവാചകന് കിട്ടിക്കൊണ്ടിരുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞു വരാൻ അദ്ദേഹം അനുയായികളിൽ 10 പേരെ തെരഞ്ഞെടുക്കുകയും ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു സംഘത്തെ പറഞ്ഞേക്കുകയും ചെയ്യും. ആ സംഘത്തിൽ നമ്മുടെ കഥാപുരുഷനായ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നു. സംഘം ഉസ്ഫാനും മക്കക്കും ഇടയിലുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഹുദൈൽ ഗോത്രത്തിൻ്റെ ഒരു ശാഖയായ ബനു ഹയ്യാൻ കുടുംബം ഈ വിവരം അറിഞ്ഞ് 100 വില്ലാളികളെ സംഘടിപ്പിച്ച് മുസ്ലിങ്ങളെ പിടിക്കാൻ വേണ്ടി അവർ പിന്തുടർന്നു. അങ്ങനെ അവർ പോകുമ്പോൾ ശത്രുക്കളിൽ ഒരാൾ നിലത്ത് വീണ് കിടക്കുന്ന ഈത്തപ്പഴ കുരുക്കൾ കണ്ടിരുന്നില്ലെങ്കിൽ സത്യവിശ്വാസികൾ രക്ഷപ്പെട്ടേനെ. അടയാളം പരിശോധിച്ച് തെളിവുണ്ടാക്കുന്നതിൽ വിദഗ്ധരായിരുന്നു അന്നത്തെ അറബികൾ. ഈത്തപ്പഴക്കുരു സൂക്ഷിച്ചു നോക്കിയിട്ട് അയാൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു, ഇത് മദീനയിലെ ഈത്തപ്പഴത്തിൻ്റെ കുരുവാണ്, നമുക്ക് ഈ അടയാളം നോക്കി പോകാം, അവരെ നമുക്ക് കാണാൻ പറ്റും. നിലത്ത് ചിതറക്കിടക്കുന്ന കുരു നോക്കി യാത്ര ചെയ്ത ശത്രുക്കൾ ലക്ഷ്യത്തിലെത്തി. സത്യവിശ്വാസികളെ ദൂരെ വെച്ച് അവർ കണ്ടു. ശത്രുക്കളുടെ സാന്നിധ്യം മനസ്സിലാക്കിയപ്പോൾ സംഘത്തലവനായിരുന്ന ആസിം അടുത്തുള്ള മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടാൻ സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. 100 വില്ലാളികൾ മല വളഞ്ഞ് അവരെ തടഞ്ഞു വെച്ചു. രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ദേഹോപദ്രവം ചെയ്യുകയില്ലെന്ന് ഉറപ്പിന്മേൽ കീഴടങ്ങാൻ മുസ്ലിങ്ങളോട് ശത്രുക്കൾ ആവശ്യപ്പെട്ടു. നേതാവിന്റെ തീരുമാനം അറിയാൻ എല്ലാവരും ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ നോക്കി. അദ്ദേഹം തന്റെ തീരുമാനം പ്രഖ്യാപിച്ചു, എന്നെ സംബന്ധിച്ചിടത്തോളം മുശ്രിക്കിന്റെ സംരക്ഷണത്തിന് വഴങ്ങുന്ന പ്രശ്നമില്ല. അള്ളാഹുവെ, ഞങ്ങളുടെ വിവരം പ്രവാചകൻ എത്തിക്കണമേ. വില്ലാളികൾ അമ്പെയ്ത്ത് തുടങ്ങി. അതിനിരയായി സംഘത്തലവൻ ആസിം റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 7 സത്യവിശ്വാസികൾ രക്തസാക്ഷികളായി. തങ്ങളെ വിശ്വസിക്കണമെന്നും ഇറങ്ങി താഴെ വന്നാൽ അഭയം തരാമെന്നും ശേഷിച്ചവരോട് വില്ലാളികൾ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹു അടക്കം 3 പേര് ഇറങ്ങിച്ചെന്നു. പക്ഷെ ശത്രുക്കൾ വാക്കുമാറി. ഖുബൈബിനെയും സ്നേഹിതൻ സയ്യിദ് ഇബ്നു ദസിനെയും അവർ പിടിച്ചുകെട്ടി. ഈ വഞ്ചന മനസ്സിലാക്കിയ മൂന്നാമൻ ആസിമും കൂട്ടുകാരും മരിച്ച സ്ഥലത്ത് കിടന്ന് മരിക്കാൻ തീരുമാനിക്കുകയും അത് സംഭവിക്കുകയും ചെയ്തു. ഇതോടെ സത്യവിശ്വാസത്തോടും പ്രവാചകനോടും കൂറുള്ള 8 യോദ്ധാക്കൾ വീരമൃത്യുവിനിരയായി. ഖുബൈബ് റളിയല്ലാഹു അൻഹുവും സയ്യിദ് റളിയല്ലാഹു അൻഹുവും കെട്ടറുത്ത് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമങ്ങളൊന്നും ഫലിച്ചില്ല. വില്ലാളികൾ അവരെ മക്കയിൽ കൊണ്ടുപോയി മുശ്രിക്കുകൾക്ക് വിറ്റു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് മക്കയിൽ എല്ലാ കാതുകളിലും എത്തി. ബദറിൽ കൊല്ലപ്പെട്ട ഹാരിസ് ഇബ്നു ആമിറിന്റെ മക്കളത് കേട്ടപ്പോൾ പ്രതികാരത്തിന് ദാഹിച്ചു. ബദറിൽ പിതാക്കളും നേതാക്കളും വധിക്കപ്പെട്ടതിന് ഖുബൈബിനെ ഇഞ്ചിഞ്ചായി കൊന്ന് മുസ്ലിങ്ങളോടുള്ള പ്രതികാരദാഹം തീർക്കണമെന്നായിരുന്നു ഖുറൈശികളുടെ മുഴുവൻ ആഗ്രഹം. തന്മൂലം എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ വാങ്ങാൻ അവർ താല്പര്യം കാണിച്ചു. പക്ഷെ എല്ലാവരുടെയും പ്രതികാരദാഹം തീർക്കാൻ അദ്ദേഹത്തെ കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന് ഉറപ്പിന്മേൽ ഹാരിസിന്റെ മക്കൾ തന്നെ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വില കൊടുത്തു വാങ്ങി. ഇതേ ലക്ഷ്യത്തോടെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ സയ്യിദ് ഇബ്നു ദസിൻ റളിയല്ലാഹു അൻഹുവിനെ വേറെ ചിലരും വാങ്ങി. ഖുബൈബ് റളിയല്ലാഹു അൻഹു ഒട്ടും പതറിയില്ല. ഭാവി അദ്ദേഹം അള്ളാഹുവിൽ അർപ്പിച്ചു. അചഞ്ചലമായ സ്ഥൈര്യവും ആത്മവീര്യത്തോടും കൂടി അദ്ദേഹം പ്രാർത്ഥനയിലും നമസ്കാരത്തിലും വ്യാപൃതനായി. അദ്ദേഹത്തോടൊപ്പം അള്ളാഹു ഉണ്ടായിരുന്നു. അതുമൂലം അത്ഭുതപൂർവമായൊരു മനഃശാന്തിയും ധൈര്യവും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടുവെന്ന് ചരിത്രം പറഞ്ഞു തരുന്നു. കഥാപുരുഷൻ ഹാരിസിന്റെ വീട്ടിൽ തടവിലാണ്. ആയിടക്കൊരു ദിവസം ഹാരിസിന്റെ പുത്രി അദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്നു. അവിടുത്തെ കാഴ്ച കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അവർ ഓടിച്ചെന്ന് മറ്റുള്ളവർക്ക് ആ ദൃശ്യം വിവരിച്ചു കൊടുത്തു. അദ്ദേഹം ഒരു വലിയ മുന്തിരിക്കുല കയ്യിൽ പിടിച്ച് തിന്നുന്നതാണ് അവർ കണ്ടത്. ഇരുമ്പ് ചങ്ങലയിൽ ബന്ധിതനാണ് അദ്ദേഹം.
മക്കയിൽ ഒരിടത്തും മുന്തിരി കിട്ടാത്ത സമയമാണ്. അള്ളാഹു ഹുബൈബ് റളിയല്ലാഹു ഇറക്കിയ ആഹാരമാണത് എന്നതിൽ സംശയമില്ല. കൂട്ടുകാരൻ സെയ്ദ് ഇബ്നു ദസിൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വിവരം മുശ്രിക്കുകൾ ഹുബൈബിനോട് ചെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മനോവീര്യം തകർക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. അദ്ദേഹം അനുഭവിക്കുന്ന ദിവ്യശാന്തിയും മനോധൈര്യവും അവർക്കുണ്ടോ അറിയുന്നു. തടവിലിട്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവർ പരീക്ഷിച്ചു നോക്കി. പ്രവാചകനെയും അദ്ദേഹത്തിന്റെ റബ്ബിനെയും തള്ളിപ്പറഞ്ഞാൽ രക്ഷപ്പെടുത്താമെന്ന് വരെ അവർ വ്യാമോഹിപ്പിച്ചു. പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. തന്റെ ദുനിയാവിലെ ജീവിതത്തിന് യവനിക വീഴാൻ പോകുന്നുവെന്നും തനിക്ക് ഏറ്റവും പ്രിയങ്കരമായ നമസ്കാരം നിർവഹിക്കാൻ മേലിൽ തനിക്ക് അവസരമുണ്ടാവുകയില്ലെന്നും ഓർത്ത് അദ്ദേഹം 2 റക്അത്ത് നമസ്കരിക്കാൻ അനുവദിക്കണമെന്ന് ശത്രുക്കളോട് ആവശ്യപ്പെട്ടു. മറ്റൊന്നും ആവശ്യപ്പെടാത്തത് കൊണ്ടും മരിക്കാൻ പോകുന്ന ഒരാളുടെ അവസാനത്തെ ആഗ്രഹമായതുകൊണ്ടും അവരതിന് സമ്മതിച്ചു. തുടർന്ന് അദ്ദേഹം മനസ്സാന്നിധ്യത്തോടെ 2 റക്അത്ത് നമസ്കരിച്ചു. വീണ്ടും വീണ്ടും നിസ്കരിക്കണമെന്ന് അദ്ദേഹത്തിന് മോഹമുണ്ടായിരുന്നു. പക്ഷെ കൊലയാളികളെ നോക്കി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: എനിക്ക് മരണത്തെ ഭയമാണെന്ന് നിങ്ങൾ ധരിച്ചു കളയും, ഇല്ലെങ്കിൽ പടച്ച റബ്ബ് സത്യം, ഞാൻ ഇനിയും നിസ്കരിച്ചേനെ. അനന്തരം അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ മുസ്ലിമായി വധിക്കപ്പെടുമ്പോൾ അതേത് രൂപത്തിലായാലും എനിക്ക് പ്രശ്നമില്ല, അള്ളാഹു ഉദ്ദേശിച്ചാൽ ചിതറിയ അവയവങ്ങളെ അവൻ അനുഗ്രഹിക്കും എന്നർത്ഥം വരുന്ന ഈരടികൾ പാടി. തൂക്കമരത്തിലേറ്റിക്കൊല്ലുന്നത് അറബികളുടെ ചരിത്രത്തിൽ ഇത് ആദ്യമാണെന്ന് തോന്നുന്നു. നേരത്തെ സജ്ജമാക്കിയ ഈന്തപ്പന കുരിശിൽ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കയറ്റി വരിഞ്ഞു കെട്ടി. വില്ലാളികൾ ഒരുങ്ങി നിന്നു. രംഗം നോക്കി മനം കുളിർപ്പിക്കാൻ മുശ്രിക്കുകളും. ഹുബൈബ് റളിയല്ലാഹു അൻഹു ഭാവപ്പകർച്ച ഏതുമില്ലാതെ കണ്ണുമിഴിച്ചു തന്നെ നിന്നു. അമ്പുകൾ അദ്ദേഹത്തെ ലക്ഷ്യമാക്കി ചീറിപ്പാഞ്ഞു. ഈ സമയം ഒരു ഖുറൈശി നേതാവ് അദ്ദേഹത്തെ സമീപിച്ച് ചോദിച്ചു: ഈ സ്ഥാനത്ത് മുഹമ്മദും നീ സുരക്ഷിതനായി വീട്ടിലും ഇരിക്കണമെന്ന് കരുതുന്നുണ്ടോ? ഇതുവരെ വാചാലമായ മൗനം അവലംബിച്ചിരുന്ന കഥാപുരുഷൻ ദൃഢസ്വരത്തിൽ മറുപടി നൽകി: ഭാര്യാസന്താനങ്ങളുടെ കൂടെ ഞാൻ സുഖജീവിതം നയിച്ചുകൊണ്ട് എന്റെ പ്രവാചകന് ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് അസഹ്യമാണ്. ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ സെയ്ദ് ഇബ്നു ദസിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ അതേ വാക്കുകൾ. അന്ന് ശത്രുപക്ഷത്തായിരുന്ന അബൂ സുഫിയാൻ ഹുബൈബിന്റെ പ്രഖ്യാപനം കേട്ട് അസ്വസ്ഥനായി. കൈയടിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്രേ: ദൈവം സത്യം, മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിലേറ്റുമ്പോൾ അദ്ദേഹം ദൃഷ്ടി ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിച്ചു: അല്ലാഹുവേ, നിന്റെ ദൂതന്റെ ദൗത്യം ഞാൻ പ്രചരിപ്പിച്ചു, അതുകൊണ്ട് എന്റെ ഈ അവസ്ഥ നീ അദ്ദേഹത്തെ അറിയിക്കണമേ. അള്ളാഹു അത് സ്വീകരിച്ചു. മദീനയിലായിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ ശിഷ്യന്മാർ അപകടത്തിൽ പെട്ടിട്ടുണ്ടെന്നും ഒരു മൃതദേഹം തൂക്കുമരത്തിൽ അനാഥമായി കിടക്കുന്നുണ്ടെന്നും അദൃശ്യജ്ഞാനം ലഭിച്ചു. ഉടനെ അദ്ദേഹം മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ച് പുറപ്പെടാൻ നിർദ്ദേശം നൽകി. കുതിരപ്പുറത്ത് സഹപ്രവർത്തകരെ അന്വേഷിച്ച് യാത്രയായ അവർ അള്ളാഹുവിന്റെ സഹായത്താൽ ഉദ്ദിഷ്ട സ്ഥലത്തെത്തി. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മൃതദേഹം അവർ തൂക്കുമരത്തിൽ നിന്നിറക്കി അദ്ദേഹത്തെ ഖബറടക്കി.